മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. സ്റ്റേഷൻ ഉപരോധിച്ച പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്നു. സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന സ്റ്റേഷൻ ഉപരോധം പെട്ടെന്ന് സംഘർഷത്തിലേക്ക് വഴിവെക്കാൻ കാരണം എന്താണ്? ഇപ്പോൾ അവിടെ സ്ഥിതിവിശേഷങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? സുഹീല് 2 മണിക്കൂറായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കളായ MP ഹൈബി ഈഡൻ, TJ വിനോദ് MLA, ഉമാ തോമസ് MLA ഇവരെല്ലാം ഈ സ്റ്റേഷന് വരാന്തയിൽ മുന്നിലായിരുന്നാണ് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്, കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതിനിടയിൽ ഒരു സംഘം പ്രവർത്തകർ റോഡ് ഉപരോധിക്കുവാനായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുവരികയായിരുന്നു. ഈ സമയത്താണ് MPയെ പോലീസുകാർ വലിച്ചിഴച്ച് മാറ്റാനുള്ള ശ്രമം നടന്നത്. ഇതാണ് പെട്ടെന്നൊരു പോലീസുമായുള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക്, ഒരു വലിയ സംഘർഷ സാധ്യത ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. നിലവിൽ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു വാക്കേറ്റം പോലീസ് സ്റ്റേഷന്റെ കവാടത്തിൽ തന്നെ മുന്നിൽ തന്നെ നടക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹൈബി ഈഡൻ MP ഉണ്ട്, MLA ഉണ്ട്, ഉമാ തോമസ് MLA ഉണ്ട്. ഇവരെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരെ 7 പ്രവർത്തകരെയാണ് പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. വൈകിട്ട് 4 മണിയോടെ പാലാരിവട്ടത്ത് വെച്ചാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിന് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ഈ പ്രവർത്തകർ മറ്റൊരു പ്രകോപനപരമായ പ്രവൃത്തിയൊന്നും ചെയ്തിരുന്നില്ല. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ 4 മണിക്ക് പോലീസ് സമാധാനപരമായി കസ്റ്റഡിയിലെടുത്ത് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ജാമ്യത്തിലെടുക്കാൻ ഒരു കൗൺസിലറെ കോൺഗ്രസ് പ്രവർത്തകർ ഏർപ്പാടാക്കിയിരുന്നു. ഈ കൗൺസിലർ ഇവിടെ എത്തി ജാമ്യം എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുമ്പോഴാണ് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ അറിയുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് പ്രവർത്തകർ മാർച്ചായി എത്തിയത്. ആദ്യം പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരുന്നു, പിന്നീട് കുറച്ച് പ്രവർത്തകർ എത്തി, പിന്നീട് ഈ പാലാരിവട്ടത്തെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം സംഘടിച്ച് ഒരു ജാഥയായി പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് എത്തുകയായിരുന്നു. ഈ പ്രവർത്തകർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോലം വെച്ച് പാലാരിവട്ടം ജംഗ്ഷനിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. കോലം കത്തിച്ചാണ് പ്രതിഷേധം. ഒപ്പം തന്നെ റോഡ് ഉപരോധമുണ്ട്. വലിയ വാഹന ഗതാഗതം തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ, നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ് ഈ പാലാരിവട്ടം. ഇവിടെയാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കസ്റ്റഡിയിലെടുത്ത 7 പ്രവർത്തകരെ അവരെ വിട്ടയക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നേതാക്കൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വെറും കരിങ്കൊടി കാണിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പ് എങ്ങനെ ചുമത്തുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രശ്നവും. ഈ പ്രവർത്തകരെ വിട്ടയക്കണം, ഈ കേസെടുത്ത ഉദ്യോഗസ്ഥരെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. SHOയ്ക്കെതിരെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ഈ ആരോപണം ഉന്നയിക്കുന്നത്. SHOയുടെ ഇടപെടൽ കാരണമാണ് ഇങ്ങനെ ഒരു വകുപ്പുകൾ ചുമത്തി IPC 353 എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഈ വകുപ്പാണ് ചുമത്തിയത്. ഇതിൽ പ്രകാരമാണ് ഈ പ്രവർത്തകരെ റിമാൻഡ് ചെയ്യും പോകുന്നുവെന്ന വിവരം ഉണ്ടായത്. അങ്ങനെ ഈ പ്രവർത്തകരെ റിമാൻഡ് ചെയ്യാൻ അനുവദിക്കില്ല, പ്രവർത്തകരെ വിട്ടയക്കണം. നിസ്സാര കാര്യത്തിന് ചെറിയ വകുപ്പുകൾ ചുമത്തേണ്ട കേസിന് ഈ പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുന്നതിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കം ഷിയാസ് അടക്കം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കുറച്ചു പ്രവർത്തകർ സ്റ്റേഷനിൽ ഉപരോധം, സ്റ്റേഷനിൽ പോലീസുകാരുമായി സംസാരിക്കുന്നു. മറ്റു കുറച്ച് പ്രവർത്തകർ പാലാരിവട്ടത്ത് ഇപ്പോഴും റോഡ് ഉപരോധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പാലാരിവട്ടം സ്റ്റേഷനിൽ മണിക്കൂറുകളായി നടന്നു വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പെട്ടെന്ന് പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ DCC അധ്യക്ഷൻ ഷിഹാസും SHOയും തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു വശത്ത് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ ഉപരോധം നടത്തുമ്പോൾ മറ്റു പ്രവർത്തകർ സംഘടിച്ച് റോഡ് ഉപരോധനവും നടത്തുന്നു. നമുക്കറിയുന്നത് പോലെ വലിയ ഗതാഗത തടസ്സമുണ്ടാകുന്ന മേഖലയാണ് പാലാരിവട്ടം. അങ്ങനെ കോൺഗ്രസ് ആയിടം ആകെ പ്രതിഷേധത്തിന്റെ തിരകൾ ആഞ്ഞടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റം അത് തുടരുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അജീഷ്, ഒരു അനുനയത്തിലേക്ക് സ്റ്റേഷനിലെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? പ്രവർത്തകർ മറ്റൊരിടത്ത് റോഡ് ഉപരോധം തുടരുകയാണോ? അങ്ങനെയാണ്. ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇവരുടെ കോലം കത്തിച്ച് റോഡ് ഉപരോധിക്കുകയാണ് ചെയ്തത്. പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ളവരാണ് പോലീസ് സ്റ്റേഷന് ഉള്ളിൽ പോലീസുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റും അതേപോലെ തന്നെ ആലുവ MLA,
ഉമാ തോമസ് MLA, TJ വിനോദ് MLA, ഹൈബിയുടെ MP, ഇങ്ങനെ പ്രധാനപ്പെട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വൈകിട്ട് ഇത് 2 മണ്ഡലങ്ങളാണ് നവകേരള സദസ്സ് തീരുമാനിച്ചിരുന്നത്. തൃക്കാക്കരയിൽ ഇങ്ങനെ തൃക്കാക്കരയിലേക്ക് പോകുന്ന വഴിയാണ് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിലേക്ക് കരിങ്കൊടി കാണിച്ചത്. ഈ കരിങ്കൊടി കാണിക്കുമ്പോൾ പോലീസുകാർ ചുറ്റുമുണ്ടായിരുന്നു. പോലീസുകാർ ഇവരെ തടഞ്ഞ് പോലീസുകാർ ഇവിടെ തടഞ്ഞ് പിന്നീട് സ്റ്റേഷനിലേക്ക് പോലീസ് ആദ്യം 7 പേരെ കസ്റ്റഡിയിലെടുത്ത 7 പേരെ കച്ചിട്ടിട്ട് ജാമ്യത്തിൽ വിട്ടു. ജാമ്യത്തിൽ വിട്ടു. അവരെ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇരുന്നത്. പോലീസ് ആദ്യം എടുത്ത നടപടി, ആ നടപടിയിൽ പോലീസ് ആദ്യം ഇവിടെ വിട്ടിട്ട, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. പക്ഷെ പോലീസ് കൂടി MP MLA എല്ലാവരും തല്ലണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല, അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേഷനിൽ ഈ പ്രശ്നം ഉണ്ടായത്. ഉദ്യോഗസ്ഥന്മാർ വരട്ടെ, കമ്മീഷണർ വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ തല്ലി വിടുന്ന ആരെങ്കിലും ഓടിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പിലാകുന്ന കാര്യമില്ല. തല്ലാൻ വന്നവരെ കൈകാര്യം ചെയ്യാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു സംശയമില്ല. അജീഷ്, അല്പം കടുത്ത രീതിയിലുള്ള പ്രതികരണമാണ് DC അധ്യക്ഷന്റെ പക്കൽ നിന്ന് അടക്കം വരുന്നത്. തല്ലാൻ വരുന്ന പോലീസുകാരാണെങ്കിൽ തിരിച്ചു തല്ലാൻ തയ്യാറായാണ് നിൽക്കുന്നതടക്കം പറയുന്നു. അങ്ങനെ CAയുമായി അല്ലെങ്കിൽ SHOയുമായി നിർണയത്തിന് സാധ്യതയില്ല എന്ന് തെളിയിക്കുന്ന വരികളാണ് ഇപ്പോൾ ഷിയാസ് അടക്കം പറയുന്നത്. കമ്മീഷൻ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ വരട്ടെ എന്ന ഒരു മാനദണ്ഡം കൂടി അവർ മുന്നോട്ട് വെക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഷിയാസ് പറഞ്ഞൊരു കാര്യം, ഈ MPയും MLAയും അടക്കം തല്ലാനോ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാമർശത്തിന് എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? അങ്ങനെ MPയും MLAയും എങ്ങാനും തള്ളി നിൽക്കാൻ പോലീസ് ശ്രമം ആ ഉപരോധ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അജീഷ്? സുഹൈൽ, ഇപ്പൊ നിലവിൽ എന്തായാലും നമ്മളിപ്പോ DC പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചതനുസരിച്ച് ഈ നേതാക്കളെ പോലീസ് വലിച്ചെടുത്തതാണ് ഉണ്ടായ ഈ ഒരു പ്രകോപനത്തിന് കാരണം, പെട്ടെന്നുണ്ടായ ഒരു സംഘർഷത്തിന് കാരണം. നേതാക്കൾ ഈ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 2 MLAമാരും MPയും അടക്കമുള്ള നേതാക്കളായിരുന്നു സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഈ 7 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത 7 പ്രവർത്തകർക്കെതിരെ എന്തിന് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി? രണ്ടാമത്തെ കാര്യം, ഇവരെ വെറുതെ വിടണം. ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ സ്വേച്ഛാധിപത്യമായ തീരുമാനം പ്രകാരമാണ് ഇവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് കേസ് ചുമത്തിയതെന്നാണ് ഈ നേതാക്കൾ ആരോപിച്ചത്. അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് ഇറക്കി വിടണം. അതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരണമെങ്കിൽ അവർ വന്ന് സംസാരിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു നേതാക്കൾ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി പാലാരിവട്ടം സ്റ്റേഷന്റെ മുന്നിലേക്ക് വന്നത്, റോഡ് ഉപരോധിച്ചത്, മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്. ഈ സമയത്താണ് നേതാക്കളെ സ്റ്റേഷന് മുന്നിൽ നിന്ന് മാറ്റാനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതാണ് പെട്ടെന്നൊരു പ്രകോപനത്തിലേക്ക് കടന്നത്. എന്തായാലും നേതാക്കൾ ഇപ്പോഴും സ്റ്റേഷന് മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഇവിടുത്തെ SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, SCP അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്തായാലും നേതാക്കളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നേതാക്കൾ ഇതിന് വഴങ്ങുന്നില്ല. പ്രവർത്തകരെ കൊണ്ടല്ലാതെ അവർ ഇവിടുന്ന് പോകില്ല എന്നൊരു നിലപാടിലാണ് നേതാക്കൾ ഉള്ളത്. വേണമെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഇവിടെ വന്ന് തങ്ങളോട് സംസാരിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു നേതാക്കളുള്ളത്. എന്തായാലും മണിക്കൂറുകളായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടങ്ങിയ സമരം എന്തായാലും ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ സംഘർഷപരമായ ഒരു രീതിയിലേക്ക് മാറുകയാണ്. എന്തായാലും വൈകിട്ട് 4 മണിയോടെ, നമുക്കറിയാവുന്ന പോലെ 4 മണിയോടെയാണ് 7 പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. ഈ സമയത്ത് ഈ കേസെടുക്കാനുള്ള ഒരു പശ്ചാത്തലമെന്ന് പോലീസ് പറയുന്നത് ഇവരുടെ ഔദ്യോഗിക കൃത്യം നടത്തപ്പെട്ടി പോലീസുകാരെ ആക്രമിച്ചു, അങ്ങനെ അടക്കമുള്ള വകുപ്പുകളാണ്. അങ്ങനെ കന്യാശ്ശേരി തൊട്ട് തിരുവനന്തപുരം വരെ കണ്ട നവകേരള സദസ്സിന് നേരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, തുടർന്ന് കേസുകൾ, അതിനെ തുടർന്നുള്ള കോൺഗ്രസ് പ്രതിഷേധം, അത് അങ്ങനെ തന്നെ എറണാകുളത്തും കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
മാറ്റിവെച്ചിരുന്ന നവകേരള സദസ്സിൽ നിന്ന് എറണാകുളത്ത് 2 മണ്ഡലങ്ങൾ തുടരുന്നതിനിടെ തൃക്കാക്കരയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കരിങ്കൊടി പ്രതിഷേധം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിലെടുത്തു. ഇവരെ ജാമ്യത്തിലിറക്കാൻ പോയപ്പോൾ മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. അങ്ങനെ പ്രതിഷേധത്തിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളായി തുടരുകയായിരുന്നു. 2.5 മണിക്കൂറോളം തുടർന്ന പ്രതിഷേധം ഒടുക്കം ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന അനുസരിച്ചാണെങ്കിൽ സമാധാനപരമായി നടന്ന ഉപരോധത്തിനിടെ മന്ത്രിമാരെയും MLA-മാരെയും അടക്കം വലിച്ചയക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർത്തിയാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങിയത്. പാലാരിവട്ടം സ്റ്റേഷനിൽ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതാക്കളും പോലീസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ചർച്ചകൾ ചെയ്യുന്നു, അനുനയത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതേസമയത്ത് പാലാരിവട്ടം സ്റ്റേഷന്റെ മുൻവശത്തായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു. അങ്ങനെ ആകെ ബഹളമായിരിക്കുകയാണ് പാലാരിവട്ടം പരിസരത്ത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അത് പൂർത്തിയായിട്ടും തൽക്കാലം മാറ്റിവെച്ച വേദി എറണാകുളത്തേക്ക് വീണ്ടും വന്നപ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് ഒരു അയവും ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും പാലാരിവട്ടം സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. ഒരു സംഘർഷ സാധ്യത അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അനുനയ ശ്രമങ്ങൾ നടക്കുന്നു. അജീഷ് ജയകുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുക്കം തരാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകരും നേതാക്കളും അടക്കമുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത ഈ നടപടി പിൻവലിക്കണം. അത് ഈ 7 പ്രവർത്തകരെ വെറുതെ വിടണമെന്നാണ് നേതാക്കൾ എന്തായാലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 4 മണിക്ക് ഈ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്തത്. ആ സമയത്ത് പോലീസുകാരുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് സുരക്ഷയ്ക്കായി പോലീസുകാരുണ്ടായിരുന്നു, പാലാരിവട്ടത്തെ പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ഈ പോലീസുകാർ സമാധാനപരമായി തന്നെ ഇവരെ ആക്രമിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ സമാധാനപരമായി തന്നെയാണ് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ പോലീസുകാരുടെ ഒപ്പം കൂടെ പോവുകയും ചെയ്തിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഈ സമയത്ത് ഈ പാലാരിവട്ടം ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പ്രവർത്തകരെ പരിസരത്ത് ഉമാ തോമസ് MLA അടക്കമുള്ള പ്രതികരണങ്ങൾ കിട്ടുമോ എന്നൊന്ന് ശ്രമിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ അവർ പ്രതികരിക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. എന്താണ് അവരുടെ പുതിയ നിലപാടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ സാധ്യമാണോ അജീഷ്? പോലീസ് സ്റ്റേഷൻ ഉപരോധം MP-യുടെ MLA-യുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു. അൻവർ സാദത്ത് MLA, ഉമാ തോമസ് MLA, ഹൈബീഡൻ MP-DC അധ്യക്ഷൻ ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. 2 മണിക്കൂറുകളായി MP അടക്കമുള്ള MLA അടക്കമുള്ള മുതിർന്ന ജനപ്രതിനിധികൾ ഉപരോധം നടത്തിയിട്ടും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുതിർന്ന ഉദ്യോഗസ്ഥരെത്തിയാൽ മാത്രമേ അനുനയത്തിന് സാധ്യമാകൂ എന്ന നിലപാട് കടുപ്പിക്കുകയാണ് നേതാക്കളെന്ന് വേണം മനസ്സിലാക്കാൻ. അജീഷ് കുമാർ, നമുക്ക് പ്രതികരണം സാധ്യമാണോ? മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് 2 മണിക്കൂറായി പാലാരിവട്ടം സ്റ്റേഷനിൽ ഉപരോധം തുടരുകയായിരുന്നു. സമാധാനപരമായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പ്രകോപിപ്പിച്ചു എന്നാണ് നേതാക്കളടക്കം പറയുന്നത്. അതിനെ തുടർന്നൊരു സംഘർഷ സാധ്യത പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും പരിസരത്തും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ തമ്പടിച്ചതുപോലെ തന്നെ മറുവശത്ത് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തുള്ള റോഡിലും പ്രവർത്തകർ വിരോധം തുടരുകയാണ്. മുഖ്യമന്ത്രി റൂമിൽ കയറുമ്പോൾ വിട്ടേക്കാന്ന് പറഞ്ഞു. അത് പിന്നീട് അതനുസരിച്ച് കൗൺസിലർ വന്ന് ജാമ്യത്തിൽ ഒപ്പിടുകയും ചെയ്തു, കച്ചിയിട്ട് ഒപ്പിടുകയും ചെയ്തു. ആ കച്ചിയിട്ട് ഒപ്പിട്ടതിന് ശേഷം വീണ്ടും പൊളിറ്റിക്കൽ ഇടപെടൽ, ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ പോലുള്ള വേറൊരു ഇടപെടൽ വന്ന് ഇപ്പോൾ ഈ പ്രവർത്തകരെ വകുപ്പ് തന്നെ മാറ്റി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഉദ്യോഗസ്ഥരെല്ലാം മുഖ്യമന്ത്രിയുടെ പരിപാടിയിലാണെന്ന് പറഞ്ഞു. ഇത്തരത്തിലൊരു നിസ്സാരമായ ഒരു കാര്യം, കുട്ടികളെ ജാമ്യത്തിൽ വിടേണ്ട ഒരു കേസ് കച്ചിയിട്ടൊപ്പിട്ട് കൗൺസിലർ വന്ന് ജാമ്യത്തിൽ വിട്ട കേസാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി മുറിയിൽ കയറിയതിന് ശേഷം വിടാമെന്ന് പറഞ്ഞു. ഓക്കെ, ആ ആള് ഇവിടെ വന്ന് ജാമ്യത്തിൽ വിടണമെന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു FIR ഇട്ടിരിക്കുകയാണ്. പുതിയൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ 353 പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. എവിടെ തടസ്സപ്പെടുത്തിയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഞാനിവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ രാജകുമാർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് തെറ്റുപറ്റിയത്? അല്ല, ജാമ്യത്തിൽ വിട്ടത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അങ്ങനെ തെറ്റുപറ്റുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാണോ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുള്ളത്? അദ്ദേഹം കൃത്യമായ നടപടിയാണ് ചെയ്തത്. സാധാരണ ഒരു സമരത്തിൽ ഇത്തരത്തിലെടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജാമ്യത്തിൽ വിടും. മറ്റേ അസിസ്റ്റന്റ് കമ്മീഷണറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും CPM-ന്റെ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഒരു പോലീസുകാരനെ കൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ച്, സ്വാഭാവികമായും പോലീസുകാരല്ലേ, കാക്കിയിട്ടാൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ ഞങ്ങളിവിടെ സമരം ചെയ്തു, അവരെ വിടണമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഞങ്ങൾ പറഞ്ഞു, കച്ചിയിട്ട് ഒപ്പിട്ട പേപ്പർ താട്ട്, നിങ്ങൾ ജാമ്യത്തിൽ ഞങ്ങളുടെ കൗൺസിലറെ കൊണ്ട് ഒപ്പിടിപ്പിച്ചല്ലോ, ആ പേപ്പറിന് ഒരു കോപ്പി താട്ട്, അതും തരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു SI പറയണം, നിന്നെയൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ഇടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കാണട്ടെ,
അങ്ങനെ SI മാരും എല്ലാവരും MP യും MLA മാരും ഉമാ തോമസിനെയും TJ വിനോദിനെയും അൻവർ സാദത്തിനെയും എല്ലാവരെയും ഇടിച്ചോടിക്കാമെന്നുള്ള പോലീസുകാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നട്ടലുള്ള ഒരുത്തനുണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ളത് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ കാണട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനം പോലീസ് ഏറ്റെടുക്കണ്ടല്ലോ. അത് DYFIക്കാരും ഗുണ്ടകളും CPM ഏറ്റെടുത്തോട്ടെ, അതിനെ ഞങ്ങൾ തെരുവിൽ നേരിടാം. പക്ഷെ പോലീസ് നിയമം പാലിക്കപ്പെടേണ്ട ആളുകളാണ്. ആ നിയമം ചെയ്യേണ്ട ആളുകൾ നിയമപാലകരാണ്. അവരവരുടെ നിയമം പാലിക്കണം. അവർ CPMൻ്റെ പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനം അവരെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അവരങ്ങനെ ഏറ്റെടുത്താൽ എങ്ങനെയാണോ ഞങ്ങൾ DYFIക്കാരെ ഗുണ്ടകളെ നേരിട്ടത് അതുപോലെ പോലീസിനെ നേരിടും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇത്തരത്തിൽ ഈ പോലീസ് ഉണ്ടാക്കിയതാണ് ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. ഈ അർദ്ധരാത്രിയിൽ പോലീസ് ഉണ്ടാക്കിയെടുത്ത സാഹചര്യമാണിത്. അതിൻ്റെ ഉത്തരവാദിത്വം പോലീസാണ് പറയേണ്ടത്. MP യും MLA മാരും അടക്കം 1.5 മണിക്കൂറിലധികമായി ഇവിടെ സമരം ചെയ്യുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ വരാലോ, ഒന്ന് സംസാരിക്കാലോ, അതല്ല ഒരു മാന്യമായ ജനാധിപത്യ നടപടിക്രമം. ഇവരെല്ലാവരും അങ്ങോട്ട് CPM ആയി, എല്ലാവരും അങ്ങോട്ട് തീർത്ത് കളയാന്ന്. ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം വാങ്ങി തിന്ന് ഏമ്പക്കൊട്ടിരിക്കുന്ന ഈ മാന്യന്മാർ വിചാരിച്ചാൽ അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറയുക തന്നെ ചെയ്യും ഇവിടെ ഇരുന്ന്. അതിനിപ്പോൾ ഒരു ദിവസമല്ല 4-5 ദിവസം ഇരിക്കേണ്ടി വന്നാലും ഞങ്ങളിവിടെ ഇരിക്കും. നീതിക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അജീഷ് ജയകുമാർ, അങ്ങനെ അനുനയത്തിനൊരു സാധ്യതയും മുന്നോട്ട് വെക്കാതെയാണ് ഇപ്പോൾ DC അധ്യക്ഷനടക്കം പ്രതികരിച്ചത്. അദ്ദേഹം ചില നിയമസാങ്കേതികത്വം പറയുന്നുണ്ട്. തുടക്കത്തിൽ ജാമ്യം കിട്ടുന്ന രീതിയിൽ പ്രതിഷേധത്തിന് മാത്രം വകുപ്പിട്ട് പ്രതികളെ അല്ലെങ്കിൽ ആ പ്രതിഷേധക്കാരെ 7 പേരെയും ജാമ്യത്തിൽ വിടാനുള്ള എല്ലാ സാങ്കേതികത്വം പൂർണ്ണമായതായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് കൂടി ചേർത്ത് മുൻകൂർ ജാമ്യമില്ലാത്ത രീതിയിൽ വകുപ്പുകൾ മാറ്റിയതെന്ന് പറയുന്നു. ഇതിൽ എത്രത്തോളം ആധികാരികതയുണ്ട്? അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? തുടക്കത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തവരെ ജാമ്യത്തോടെ കേസെടുത്തവരെ ജാമ്യത്തിൽ വിട്ടതായിരുന്നോ? അങ്ങനെയാണോ കാര്യങ്ങൾ അജീഷ്? കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരെ ആദ്യം നമ്മൾ അറിയുന്നത് ഈ 7 പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ചതിന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ്. സാധാരണ ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കുന്ന പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ നിസ്സാരം വകുപ്പ് ചുമത്തി വൈകിട്ടോടെ സ്റ്റേഷനിൽ നിന്ന് വിടുകയാണ് പതിവ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇവരെ 353 എന്ന വകുപ്പ് ചുമത്തി, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു എന്ന വകുപ്പ് ചുമത്തിയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയുന്നു. പിന്നീടാണ് ഈ നേതാക്കൾ ഇങ്ങനെ ഇവരെ റിമാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെ മുന്നിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ TJ വിനോദ് MLA നേതൃത്വത്തിലും ഉമാ തോമസ് MLA നേതൃത്വത്തിലും ഹൈബിയുടെ MP നേതൃത്വത്തിലും DCC പ്രസിഡന്റ് ഷിയാസിന്റെ നേതൃത്വത്തിലടക്കം കുത്തിയിരുന്ന് പ്രതിഷേധം തുടങ്ങിയത്. ആദ്യം ഈ പ്രവർത്തകർ ഇപ്പൊ ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ പോലീസിനോട് സംസാരിച്ചപ്പോൾ, AC സംസാരിച്ചപ്പോൾ, അസിസ്റ്റന്റ് കമ്മീഷണറോട് സംസാരിച്ചപ്പോൾ ആദ്യം ഈ SHOയ്ക്ക് തെറ്റ് പറ്റിയെന്നാണ് മനസ്സിലാക്കിയത്. SHO തെറ്റായ രീതിയിൽ വകുപ്പ് ചുമത്തി എന്നാണ്. ആദ്യം വകുപ്പ് ചുമത്താതെ രണ്ടാമതാണ് ശരിയായ വകുപ്പ് ചുമത്തിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഈ മുകളിൽ നിന്ന് CPMന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു സമ്മർദ്ദം പോലീസിന് ഉണ്ടായി. അതുകൊണ്ടാണ് ഈ വകുപ്പ് മാറ്റി ചുമത്തി പുതിയ കേസ് എടുത്ത് പുതിയ വകുപ്പ് കൂടിയിട്ട് ഇപ്പോൾ ഇവരെ റിമാൻഡ് ചെയ്യാൻ പോകുന്നെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് CPMന്റെ ഒത്താശയോടെയാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം. എന്തായാലും അതാണ് ഇപ്പോൾ വഷളായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ സ്റ്റേഷന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്നു. ഈ പ്രവർത്തകരെ കൊണ്ടല്ലാതെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വേണമെങ്കിൽ സംസാരിക്കട്ടെ, എന്ത് തന്നെയായിരുന്നാലും ഇവിടം വിട്ട് പോകില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സാധാരണ നമുക്കറിയാവുന്നതുപോലെ ഈ കരിങ്കൊടി പ്രതിഷേധത്തിനൊന്നും അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താറുണ്ടായിരുന്നില്ല പോലീസ്. കേരളത്തിൽ ഈ നവകേരള സദസ്സ് നേരത്തെ മഞ്ചേശ്വരം മുതൽ തുടങ്ങിയ സമയത്ത് തന്നെ പലയിടത്തും കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുമെങ്കിലും വൈകിട്ടോടെ തന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്ത് പുറത്തു വിടുകയാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ മാത്രം മറ്റൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായിരുന്നാലും നമ്മൾ ഈ 4 മണിക്ക് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നേതാക്കൾ ഇടപെട്ട്, ഒരു കൗൺസിലർ ഇടപെട്ട്, സക്കീർ എന്ന കൗൺസിലറെ സ്റ്റേഷനിലേക്ക് അയച്ച് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോഴാണ് അറിയുന്നത് 353 എന്ന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ സാധിക്കില്ല, ആ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യേണ്ടി വരുമെന്ന്. എന്തായാലും ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സങ്കീർണമായിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോഴും സ്റ്റേഷന് മുന്നിലുണ്ട്, കോൺഗ്രസ് നേതാക്കൾ സ്റ്റേഷന് മുന്നിലുണ്ട്. തങ്ങളുടെ പ്രവർത്തകരെ കൊണ്ടല്ലാതെ ഈ സ്റ്റേഷൻ വിട്ട് പോകില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോഴും ഉള്ളത്. അവർ സ്റ്റേഷന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. നമുക്കൊരു നിമിഷം ആ ഒരു ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം.